ഇന്ന് നമുക്കൊരു ചിക്കൻ 65 ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടി 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടി, പിന്നെ കുറച്ച് കോൺഫ്ലവറിന്റെ പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ സ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു ചെറിയ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. അതിനുശേഷം ചിക്കൻ നന്നായി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചത് കഴുകി വൃത്തിയാക്കി എടുക്കുക. നല്ലോണം കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തതിന് ശേഷം നമ്മൾ മസാലയിൽ ഒരു മുട്ട അടിച്ചു കൊടുക്കണമായിരുന്നു. അത് മറന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുത്ത് എന്നിട്ട് അത് ചിക്കനിലേക്ക് നന്നായി മസാല ചേർത്ത് കൊടുക്കുക. നല്ലോണം മസാല ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ചു നേരം ചിക്കന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ മസാല ഇത് വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാല്. നമ്മളിപ്പോ ഹോട്ടലിൽ നിന്നൊക്കെ 65 കഴിക്കാറില്ലേ, അതേ ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊന്ന് അങ്ങോട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാ ഭാഗവും ഒരേപോലെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പൊ അതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 65 റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമ്മള് ചിക്കൻ വറക്കുമ്പോ അതിലും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ചമുളകും കീറിയ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഞാനിവിടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടാണ്. നമ്മളെ 65 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പുളിപ്പിന്റെ ഒരു ടേസ്റ്റ് വരും 65. ഞങ്ങൾ പൊറാട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതാ പൊറാട്ടയും 65 റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കാണാൻ മറക്കരുതേ. വീഡിയോ ഷെയർ ചെയ്യും വേണേ. ഓക്കെ,